ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുണ്ട്. സിദ്ധു അവനെ ഭയപ്പെടണം. അവന്റെ രോഗം ഭേദമായാൽ നമ്മൾ പിടിക്കപ്പെടും. വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് ക്ലയൻസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. ദേവികേച്ചി കാരണം ഇന്നത്തെ മീറ്റിംഗ് വളരെ വലിയ വിജയമായി. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഈ പറയുന്ന കേട്ട് എനിക്ക് സന്തോഷം തോന്നുന്നുവെങ്കിലും പെൻഡ്രൈവിന്റെ കാര്യം മനസ്സിലുള്ളത് കൊണ്ട് ആ ടെൻഷൻ മാറുന്നില്ല. നിങ്ങളിപ്പോ ഫ്രീ ആയല്ലോ, നമുക്ക് പോയി CCTV ഫുട്ടേജ് പരിശോധിച്ചാലോ? ആ നോക്കാം. ആ ഫുട്ടേജ് റെഡിയാക്കി വെക്കാൻ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വാ. കുട്ടാ, എന്താ മലാകെ? ഞാനിപ്പോ വരാം. കുട്ടൻ ഇവിടെ നിന്ന് എവിടേക്കും പോവാതെ ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോണം, കേട്ടല്ലോ? ഞാൻ പറഞ്ഞ കേൾക്കുമല്ലോ? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. മലാകെ പോയി വരുമ്പോ എന്റെ ഹോഴ്സിന് ഈഗിളിനും ഫുഡ് കൊണ്ട് തരുമോ? ഇതെന്തു പറ്റി? എല്ലാം ബ്ലാങ്ക് ആയി പോയത്. ഈ ഫയർ അലാം കേട്ടതിന് ശേഷമുള്ള വിഷ്വൽസാ വേണ്ടത്. അതെവിടെ? അത് കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒന്നുകൂടി നോക്കട്ടെ. ശരി, നോക്ക്. സോറി സർ, അത് ഡിലീറ്റ് ആയി പോയി. ഡിലീറ്റ് ആവുകയോ? അതെങ്ങനെയാ ഡിലീറ്റ് ആവുന്നത്? അതെങ്ങനെ സംഭവിച്ചു? അത് എനിക്കറിയില്ല സർ. ഹലോ ഹലോ, അയ്യോ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ഹലോ ഇതെങ്ങനെ ഡിലീറ്റ് ആയി പോയെന്ന് ഇയാൾക്ക് അറിയില്ല അല്ലേ? ഇല്ല മാഡം, എനിക്കത് അറിയില്ല. ഋഷി, ഇനി നമ്മൾ എന്ത് ചെയ്യും?
എന്താണാവോ ഇവിടെ എത്ര വലിയ സന്തോഷം? എന്താടാ നിനക്ക് എന്താടാ കുഴപ്പം? നീ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുവാണോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ മതിയല്ലോ. കാര്യം എന്താ വെച്ചാൽ തെളിച്ചു പറ. ദേവിക ഇന്ന പെൻഡ്രൈവ് അന്വേഷിച്ചു. അതിന്റെ പേരില് ചേച്ചി വലിയ ബഹളം ഉണ്ടാക്കി. അതാകെ കുഴപ്പമാവുന്ന ലക്ഷണമാ. എന്ത് കുഴപ്പം? എടാ പെൻഡ്രൈവ് അന്നെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇനി അതിനെ ചൊല്ലി ദേവിക പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ആ പെൻഡ്രൈവ് ഇനി അവക്ക് കിട്ടാനേ പോകുന്നില്ല. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട. ആ പെൻഡ്രൈവ് നശിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അച്ഛനെ പെൻഡ്രൈവ് എടുത്ത് മാറ്റിയതൊക്കെ CCTV പതിഞ്ഞതല്ലേ? പെൻഡ്രൈവ് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഋഷിയേട്ടനും ദേവികേച്ചിയും കൂടി ഇന്ന് CCTV ഫുട്ടേജ് പരിശോധിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നിട്ട് എന്താടാ? എന്താവാൻ? ആ ഫുട്ടേജ് അവര് പരിശോധിച്ചാ അച്ഛൻ കുടുങ്ങുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഞാനത് മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് അവർക്കാർക്കും സംശയം വരാത്ത രീതിയിൽ കൺട്രോൾ റൂമിൽ കയറി ഞാൻ ആ ഫുട്ടേജ് മായ്ച്ചു കളഞ്ഞു. ഓ, അതേതായാലും ഭാഗ്യവേ. നീ അവസരത്തിനൊത്ത് ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. ആ, അങ്ങനെ സമാധാനിക്കൊന്നും വേണ്ട. അച്ഛൻ പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഏത് സമയവും പിടിക്കപ്പെടാവുന്ന അവസ്ഥയിൽ തന്നെയാ അച്ഛൻ ഇപ്പോഴും ഉള്ളത്. ഈ അടുത്തൊന്നും ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര കഷ്ടായി പോയല്ലോ. ആ, ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എന്നും ഇങ്ങനെ ഭയപ്പെട്ട് കഴിയാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഉടനെ ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ മതിയാവും. അതെ, ആരും നമ്മളെ സംശയിക്കാതിരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം. അല്ല, എന്തായിരുന്നു ആ പെൻഡ്രൈവിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം? അല്ല, അത് അത് ഞാൻ ചെയ്ത ചില പ്രവൃത്തികളുടെ CCTV വിഷ്വൽസ് ആണ്. എനിക്ക് ആപത്താവുന്ന ചില രേഖകൾ അതായിരുന്നു ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത്. തൽക്കാലം നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ആ പെൻഡ്രൈവ് നശിപ്പിച്ചത് കൊണ്ട് ഇനി ആ തെളിവിനെ കുറിച്ചുള്ള പേടിയൊന്നും വേണ്ട. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുണ്ട്. സിദ്ധു. അവനെ ഭയപ്പെടണം. അവന്റെ രോഗം ഭേദമായാൽ നമ്മൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും അവന്റെ രോഗം ഭേദമാവാൻ പാടില്ല. അതുപോലെ അവൻ സ്ഥിരമായി ഓഫീസിൽ വന്നാൽ അതും നമുക്ക് അപകടമാവും. അതുകൊണ്ട് അവൻ ഓഫീസിൽ വരുന്നത് ഒഴിവാക്കണം. അതിന് നീ തടയിടണം.